കുട്ടികളെ, ഇന്ന് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് 2/3 × 1/5 ആണ്. അതായത് 2/3 അഞ്ചിലൊരു ഭാഗം 1/5 ഓഫ് 2/3. ഇത് നമുക്ക് ഒരു ചിത്രം വരച്ച് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. നിങ്ങൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്ത് നീളം 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്ററുമായിട്ട് എടുക്കണം. വീതി 5 സെൻറ്റിമീറ്ററുമായിട്ട് എടുക്കണം. നോക്കൂ, ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ. ഇതിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. 1 2 3 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. ഓക്കെ, ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ 2/3 പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. 3/2 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ 5-ലൊരു ഭാഗം കാണും, 1/5 പാർട്ട്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ 5 പാർട്സ് ആക്കുകയാണ്. നോക്കൂ, 2 3 5 പാർട്സ് ആക്കി മാറ്റി. ഈ 5 പാർട്സ് ആക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇതെന്ന് പറയുന്നത് 2/3 1/5 പാർട്ടാണ്. ഇതും 2/3 1/5 പാർട്ടാണ്, അല്ലെങ്കിൽ 5-ലൊരു ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് വലിയ ചതുരത്തിൻ്റെ എത്ര ഭാഗമാണെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു നോക്കൂ. വലിയ ചതുരങ്ങൾ നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതെല്ലായ്പ്പോഴും ചെയ്യേണ്ടതില്ല, നീട്ടി വരയ്ക്കുമ്പോൾ മനസ്സിലാകും. ആകെ 15 പാർട്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഈ 15 പാർട്ടിൽ ഇതും കൂടിച്ചേർന്നാലാകുന്നത് 2 പാർട്ടാണ്. അതായത് 15/2 ഭാഗമാണ്. 2/15 പാർട്ടായിട്ട് മാറും. ഓക്കെ, പാർട്ടായിട്ട് മാറും. അതായത് 3/2 5-ലൊരു ഭാഗം എന്ന് പറയുന്നത് 2/15 പാർട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിലും പ്രയാസപ്പെടേണ്ടതില്ല. പിന്നെ 2/3 × 1/5 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. 15, അതായത് 15/2 ഭാഗം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 34-ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം. മലയാളം മീഡിയം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും നന്നായിട്ട് ശ്രദ്ധിക്കണം. A rope of 2 meter long is cut into 5 equal pieces. What is the length of 3/4 of one of the pieces in meters in centimeters also? 2 മീറ്റർ നീളമുള്ള ഒരു കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ 2-3 ആവർത്തി ചോദ്യം വായിച്ച് അതിൽ ചോദ്യത്തിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. അല്ലെങ്കിൽ നിരന്തരമായി വായിച്ചുകൊണ്ടേയിരിക്കണം. ഏത് ചോദ്യം വരുമ്പോഴും മലയാള ട്രാൻസ്ലേഷൻ നോക്കാണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുക വേണ്ടത്. ഇതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് മലയാളം മാത്രം നോക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതും മലയാളത്തിൽ പറഞ്ഞതും സെയിം ആണോ എന്ന് നോക്കണം. ഓക്കെ, എ റോപ്പ് ഓഫ് 2 meter long, ലെങ്ത് ഓഫ് ദി റോപ്പ്. അപ്പോൾ ലെങ്ത്ത് എഴുതേണ്ട രീതി, ലെങ്ത്ത് ഓഫ് ദി റോപ്പ് ഈക്വൽ ടു 2 meter. അതായത് കയറിൻ്റെ നീളം ഈക്വൽ ടു 2 meter. ഓക്കെ, 5 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പോൾ 5 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ ലെങ്ത് ഓഫ് 1 piece, ഒരു കഷ്ണത്തിൻ്റെ നീളം ഈക്വൽ ടു 2 മീറ്ററാണ് നീളം. 5 കഷ്ണങ്ങളാക്കി, അപ്പോൾ 2/5. ഒരു കഷ്ണത്തിൻ്റെ നീളം ഈക്വൽ ടു 2/5 മീറ്റർ. ഇനി ചെയ്തിരിക്കുന്നത് ഇതിലൊരു കഷ്ണത്തിൻ്റെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ ദ പീസസ്. 4 ഭാഗത്തിൽ 3 ഭാഗം. അതായത് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 3/4 ആണ്.
ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കാൽഭാഗമാണ്. അപ്പോൾ 3/4 എന്ന് പറയുമ്പോൾ 3/4 3/4 1/4 3/4 പാർട്ടുകൾ. അപ്പോൾ എത്ര വരും? ഈ ഒരു കഷ്ണം എന്ന് പറയുന്നത് 2/5 ആണ്. 2/5 ഇൻറ്റു 3/4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഓഫ് 2/5. 5/2 4/3 ഭാഗം കാണണം. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3/4 ഭാഗമാണ്. 3/4 ഭാഗം എന്ന് പറയുമ്പോൾ 3/4 ആണ്. 2 ഇൻറ്റു 3 6/5 ഇൻറ്റു 4 20. 6ഉം 20യും രണ്ടിടത്തും 2 കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കട്ട് ചെയ്തിട്ട് 3/10 എന്ന് പറയാൻ പറ്റും. ഇത് മീറ്ററാണ്. നമുക്കറിയാം 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 ഇൻറ്റു സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര സെൻറ്റിമീറ്ററിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 100 ഇൻറ്റു 3/10 ഈക്വൽ ടു 3 ഇൻറ്റു 100 300 ഡിവൈഡഡ് ബൈ 10. ആൻസർ 0യും 0യും ക്യാൻസൽ ചെയ്താൽ നമുക്കെന്ത് പറയാം? 30 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് ദ ആൻസർ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. 4 bottles of the same were filled with 3 liters of water. One of these was used to fill 5 cups of the same size. How much water is there in one such a cup in liters and in milliliters? 3 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കുപ്പികളിൽ നിറച്ചു. ഇപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അത് എത്ര മില്ലി ലിറ്ററാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിപ്പോൾ USS പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യണം. നമ്മളിങ്ങനെ ഒരുപാട് കാൽക്കുലേഷനൊന്നും ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. നോക്കൂ, 3 ലിറ്റർ വെള്ളമാണ് ഉണ്ടോ, 3 ലിറ്റർ വാട്ടറാണ്. എത്ര ബോട്ടിലാക്കുന്നത്? 4 ബോട്ടിലാണ് ആക്കുന്നത്. നോക്കൂ, 3 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 4 കുപ്പികളിലാണ് നിറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പിയിലെ അളവ് എത്രയായിരിക്കും? 3/4 ആയിരിക്കും. ഓക്കെ, അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കുപ്പികളിൽ നിറച്ചു. വൺ ഓഫ് ദീസ് വാസ് യൂസ്ഡ് ടു ഫിൽ 5 കപ്സ് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ ഒരു കുപ്പിയിലെ വെള്ളം എന്ന് പറയുന്നത് 3/4 ആണ്, അല്ലെങ്കിൽ 4/3 ഭാഗമാണ്. അതിനെ വീണ്ടും 5 ഭാഗമാക്കി 5 കുപ്പികളിൽ നിറച്ചു. അതായത് 5 1/5 ഇതാണ് കാണേണ്ടത്. അതായത് വെള്ളം 3 ലിറ്റർ വെള്ളം 4 കുപ്പികളിലാക്കി അതിനെ തന്നെ 5 കുപ്പികളിലേക്ക് വീണ്ടും മാറ്റി. അപ്പോൾ 5/1 ഭാഗം. ഓക്കെ, 3 ഇൻറ്റു 1 3 3/20 ആണ്. 3/20 ആണ് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര മില്ലി ലിറ്റർ ആണെന്നാണ്. എല്ലാ മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ എങ്ങനെ കാണാം? 1000 ഇൻറ്റു 3/20. ഓക്കെ, 3 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 3000 ഡിവൈഡഡ് ബൈ 20. 0യും 0യും ക്യാൻസൽ ചെയ്യാം. 300/2 എന്ന് പറയുമ്പോൾ 150 ml ആണ്. ഇത് USSകാരൊക്കെ വളരെ എളുപ്പത്തിൽ മനക്കണക്കായിട്ട് ചെയ്യേണ്ട രീതിയാണ് പരിചയപ്പെടുത്തിയത്. പരീക്ഷയ്ക്ക് എക്സാമിന് ചോദ്യം വരുമ്പോൾ എങ്ങനെ എഴുതാൻ പാടില്ല, അത് വിശദമായിട്ട് തന്നെ എഴുതണം. അതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് നോക്കൂ, നമ്പർ ഓഫ് ബോട്ടിൽസ്, എന്താ ഫസ്റ്റ് ചോദ്യം, 4 bottles സെയിം സൈസ് ഫില്ലഡ് വിത്ത് എമൗണ്ട് ഓഫ് വാട്ടർ ഈക്വൽ ടു 3 ലിറ്റർ. വെള്ളത്തിൻ്റെ അളവ് ഈക്വൽ ടു 3 ലിറ്റർ. ഓക്കെ, എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ, വാട്ടർ ഇൻ 1 ബോട്ടിൽ ഈക്വൽ ടു 3/4. ഒരു കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ്, കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് ഈക്വൽ ടു 3/4. എമൗണ്ട് ഓഫ് വാട്ടർ in 1 bottle
ആഫ്റ്റർ സെപ്പറേറ്റിംഗ് ഇൻ ടു 5 പാർട്സ്, 5 ഭാഗങ്ങളാക്കിയപ്പോൾ ഒരു കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? 3/4 ഇൻറ്റു 1/5. ഈ രീതിയിൽ ഇവിടെ എഴുതേണ്ടത് 5 ഭാഗങ്ങളാക്കിയപ്പോൾ ഒരു കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ്, 5 ഭാഗങ്ങളാക്കിയപ്പോൾ ഒരു കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് സമം 3/4 ഇൻറ്റു 1/5. 4 3 ഗുണം 5 1, 3/20. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് അതിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റുക. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് മില്ലി ലിറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 150 ml എന്ന് കിട്ടും. ഇതേ രീതിയിൽ വേണം ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. നേരത്തെ ഷോർട്ടായി പറഞ്ഞു തന്നത് USSൻ്റെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്ന രീതിയാണ്. ഓക്കെ.